ചന്ദ്രേട്ടന്റെ മുഖം മാത്രം എന്താ കടുത്തിരിക്കുന്നത്? രാത്രി ഉറക്കം ശരിയായില്ലെന്ന് തോന്നുന്നു. അതോ ഉത്സവപ്പറമ്പിൽ കറങ്ങി കിടന്നതിന്റെ ക്ഷീണമാണോ? അത് ശരിയാ. ഇന്നലെ രാത്രി ഞാൻ ശ്രദ്ധിച്ചു. അച്ഛന്റെ അമ്മയുടെ മുഖം ഒരുമാതിരി വിളറി കടലാസ് പോലുണ്ടായിരുന്നു. എന്തോ മഹാകുറ്റം ചെയ്ത പോലെ. എന്ത് കുറ്റം ചെയ്യാൻ? നീ വെറുതെ ഓരോ ഊഹിച്ചു പറയാൻ നിൽക്കണ്ട. വയസ്സായ മനുഷ്യരാവുമ്പോ അല്പം ഉറക്കമൊഴിക്കുകയും മഞ്ഞു ഉള്ളിയൊക്കെ ചെയ്യുമ്പോ മുഖം വാടും. എന്നിട്ട് എന്നെ കണ്ടില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. അത് ഞാൻ കുളിച്ചോണ്ടാ. നിന്റെ അച്ഛൻ കുളിച്ചിട്ടില്ല, അത്രേ ഉള്ളു വ്യത്യാസം. ചേടാ, എനിക്കതല്ല മനസ്സിലാവാത്തത്. അത്രയും നേരം അവിടെ ചുറ്റിക്കറങ്ങി നടന്നിട്ടും ഇവർക്ക് അഞ്ജലി ചേച്ചി ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്നാ. അതിവർക്ക് കാണാൻ താല്പര്യമില്ലാത്തോണ്ടായിരിക്കും. ഞങ്ങളെല്ലാവരും അഞ്ജലി ചേച്ചിയെ കണ്ടതാണല്ലോ. ആ, നിങ്ങൾക്ക് അവളെ അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ കണ്ടു. എനിക്കാരെങ്കിലും കാണിച്ചു തന്നാലല്ലേ അറിയാൻ പറ്റൂ. ചിലപ്പോ ആ കുട്ടി എന്റെ മുമ്പിൽ കൂടി തന്നെ പോയി കാണും. എനിക്കറിയില്ലല്ലോ അഞ്ജലിയെ. അമ്മ പിണങ്ങണ്ട. അഞ്ജലിയെ കാണാനുള്ള വഴിയുണ്ടാക്കാം. നിങ്ങൾ എപ്പോഴാണ് നാട്ടിലേക്ക് മടങ്ങി പോകുന്നേ? അയ്യോ, ചന്ദ്രേട്ടൻ എന്താ ഒന്നും കഴിക്കാതെ നീറ്റ് പോകുന്നു? അത് ചന്ദ്രേട്ടന് വയറിന് സുഖമില്ലാന്ന് പറയുന്നത് കേട്ടു, അതുകൊണ്ടാവും. ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾ കഴിക്കും മക്കളെ. ആ വെള്ളം എടുത്ത്. ചേട്ടാ, എന്തേ കാണിക്കുന്ന? കരയുന്നോ? രാധയുടെ കാര്യം ഓർത്തിട്ട് സഹിക്കുന്നില്ല രുക്മിണി. അവൾക്ക് വലിയ പ്രയാസമായി കാണും. ഓർമ്മ വെച്ച കാലം മുതല് ഓമനിച്ച് നടന്ന അവളുടെ സ്വപ്നത്തെയല്ലേ നമ്മൾ ഇന്നലെ കഴുത്തിഞ്ഞരിച്ചു കൊന്നത്. അവളെ സംബന്ധിച്ച് അതൊരു വിധത്തിലും സഹിക്കാനാവാത്ത കാര്യോ. തകർന്നു പോയിട്ടുണ്ടാവും നമ്മുടെ രാധക്കുട്ടി. അതിനെന്തെങ്കിലും ദുഷ്ടവിചാരം വെച്ചിട്ടല്ലല്ലോ നമ്മളങ്ങനെ ചെയ്തത്. അവള് കാരണം കൃഷ്ണനൊന്നും സംഭവിക്കരുതെന്ന് മുൻകരുതൽ. അതിലാർക്കാ തെറ്റു പറയാൻ പറ്റുക? അവള് കാരണം ആ മേഘനാഥൻ നമ്മുടെ കൃഷ്ണൻ എന്തെങ്കിലും ചെയ്തു കളഞ്ഞാ ആ ദുഃഖം അവള് തന്നെയല്ലേ താങ്ങേണ്ടത്. അപ്പൊ പിന്നെ എന്താ പ്രശ്നം? പക്ഷേ രാധ ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞിട്ടും കൃഷ്ണനീന്ന് നമ്മളത് ഒളിപ്പിച്ചു വെച്ച അത് കൃഷ്ണനോട് ചെയ്യുന്ന അന്യായമല്ലേ രുക്മിണി? എന്നെങ്കിലും അവനിതറിഞ്ഞ പിന്നെ നമുക്ക് അവന്റെ മനസ്സിൽ എന്തെങ്കിലും സ്ഥാനം കാണൂ. നീ ഒന്ന് ആലോചിച്ചു നോക്ക്. അതൊക്കെ ശരി തന്നെയാ. പക്ഷേ രാധ എവിടെ ഉണ്ടെന്ന് അവൻ അറിഞ്ഞ ആ നിമിഷം അവൻ തേടിയിറങ്ങും. അവളെ കണ്ടുപിടിച്ചാൽ മേഘനാഥൻ അവളുടെ കുടുംബത്തോട് ചെയ്ത ദ്രോഹങ്ങളെല്ലാം അവൾ എണ്ണി പറയും. അത് കേൾക്കുന്ന കൃഷ്ണൻ അടങ്ങിയിരിക്കില്ല. അതോടെ അവൻ മേഘനാഥനോട് പടക്കിറങ്ങും. അത് മതി നമ്മുടെ മോന്റെ ജീവൻ പോവാൻ. ദേ, ഏതായാലും ഇപ്പൊ ഇവിടെ നിന്ന് വിഷമിക്കൽ മതിയാക്കി എന്തെങ്കിലും കഴിക്കാൻ വാ. ബാക്കി നമുക്ക് പിന്നീട് സംസാരിക്കാം. വരൂ. അവിടെ ഇരിക്കോ? വാ ചേച്ചി. ചേച്ചി, ചേച്ചി, എഴുന്നേക്ക്. ഒരുപാട് നേരം പുലർന്നു. ചേച്ചി, ഇന്നലെ രാത്രി ഇറങ്ങിയതല്ലേ? അവിടെ അച്ചൂട്ടനും സീതമ്മയും നമ്മളെ അന്വേഷിച്ച് വലയുന്നുണ്ടാവും. നമ്മൾ ഇന്നലെ രാത്രി ചേച്ചി ഒരുപാട് അന്വേഷിച്ചു. എല്ലാരും പോയി കഴിഞ്ഞിട്ടും കാണാൻ പറ്റിയില്ല. മടങ്ങി പോകാൻ ഒരു ഓട്ടോ പോലും കിട്ടാത്തത് കൊണ്ട് ആ ഓഡിറ്റോറിയത്തിൽ കയറിയിരുന്ന നേരം വെളുപ്പിച്ചതാ. ഇടയ്ക്ക് ഞങ്ങള് കണ്ടപ്പോ വലിയേച്ചി കരഞ്ഞു കരഞ്ഞ് ആകെ തളർന്നിരിക്കായിരുന്നു. എന്തിനാ ചേച്ചി കരഞ്ഞത്? ഇന്നലത്തെ അവസ്ഥ കണ്ടിട്ട് അന്നേരം ചോദിക്കാൻ തോന്നാത്തതാ. വലിയേച്ചി പറ, ചേച്ചിക്ക് എന്തിനാ ഇത്രയും വലിയ സങ്കടം? എന്തിനാ നിർത്താതെ കരഞ്ഞത്?
നമ്മളൊക്കെ മുമ്പ് ഇതിനേക്കാൾ ഒരുപാട് ബുദ്ധിമുട്ടിയതല്ലേ. അപ്പോഴൊന്നും പക്ഷെ ചേച്ചി ഇതുപോലെ ബ്രേക്ക് ഡൗൺ ആയി കണ്ടിട്ടില്ല. പറയ് ചേച്ചി, എന്താ ചേച്ചി ഇത്രയും വലിയ വിഷമം? പറയ്, ഞങ്ങൾ കൂടെ അറിയട്ടെ. ചിലപ്പോ അതിനുള്ള പരിഹാരം ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാലോ. ഏയ്, ഇതെല്ലാം നിങ്ങളുടെ വെറും സങ്കല്പങ്ങളല്ലേ. എനിക്കൊരു വിഷമവും ഇല്ല. ഇനി അഥവാ വിഷമോ ഉത്കണ്ഠയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ നിങ്ങളെക്കുറിച്ച് ഓർത്ത് മാത്ര. അന്നാ രാത്രിയില് സുഭദ്രാമ്മ നിങ്ങളെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു വിട്ടപ്പോ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളെ സംരക്ഷിക്കണമെന്ന്, നിങ്ങളെ വളർത്തി സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കണമെന്ന്. അതിനുള്ള കഠിന പ്രയത്നമാണ് എന്റെ ജീവിതം. അതിനെന്തെങ്കിലും ഒരു കടുത്ത തടസ്സം നേരിട്ടാ ഞാൻ തകർന്നു പോവും. അത്രയുള്ളൂ. ഏയ്, അതൊന്നും അല്ല. ഞങ്ങളുടെ കാര്യത്തില് ഒരു കുഴപ്പവും വന്നില്ലല്ലോ. എന്നിട്ടും വലിയേച്ചി കരഞ്ഞു. വലിയേച്ചി എന്തൊക്കെയോ ഒളിച്ചു വെക്കുകയാണ്. ഇല്ല ഇല്ല ആര്യമോളെ, ഒന്നുമില്ല. ഇന്നലെ എന്തൊക്കെയോ പഴയ കാര്യങ്ങൾ ചിന്തിച്ചപ്പോ കരഞ്ഞു പോയതായിരിക്കും. ഇപ്പൊ എന്താന്ന് വെച്ചാ അച്ചൂട്ടന് നിങ്ങളെയൊക്കെ സന്തോഷത്തോടെ ഇരുന്നാ പിന്നെ എനിക്ക് ദുഃഖവും സങ്കടവും ഒന്നുമില്ലല്ലോ. ആ, വെറുതെ ഇവിടെ നിന്ന് സമയം കളയാതെ പോകാം നമുക്ക്. രാത്രി മുഴുവൻ സീതമ്മ ഉറക്കൊഴിഞ്ഞിരുന്നിട്ടുണ്ടാവും. രാവിലെ എണീറ്റ് അച്ചൂട്ടൻ നമ്മളെ തിരക്കുന്നുള്ളത് ഉറപ്പാ. വാ, പോവാം നമുക്ക്. ചേച്ചി, അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ. കരഞ്ഞതിന്റെ കാരണം ഇതൊന്നും അല്ലാന്ന് ഞങ്ങൾക്കറിയാം. അത് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയാ മതി. പറയ് ചേച്ചി, പറയ്. ഞങ്ങൾ അനിയത്തിമാരല്ലേ, ഞങ്ങളല്ലേ അറിയേണ്ടത് ചേച്ചിയുടെ സങ്കടം എന്താണെന്ന്. എന്താ ഒരു കശവിശ? ഇന്നലെ വീട്ടിലേക്ക് മടങ്ങാതെ ഇവിടെ തന്നെ തങ്ങിയല്ലേ? അല്ല തിരുമേനി, അത് പിന്നെ ഞങ്ങള് രാത്രി തന്നെ ഞാൻ കണ്ടു കുട്ടിയെ. അന്നേരമേ തോന്നി എന്തോ പ്രശ്നം കുട്ടിയെ അലട്ടുന്നുണ്ടെന്ന്. എന്തോ വലിയ പ്രശ്നം. അതുകൊണ്ടാ ഏതായാലും ഇത്രയൊക്കെ ചെയ്തല്ലോ. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. ദേവീ പ്രീതിക്ക് വേണ്ടിയുള്ള ചെറിയ ചെറിയ അനുഷ്ഠാനങ്ങളാണ് ഇനി ചെയ്യാനുള്ളത്. മനസ്സുണ്ടെങ്കിൽ ചെയ്യുന്നത് നല്ലതാണ്. തിരുമേനി പറഞ്ഞാട്ടെ, ചെയ്യാനാവുന്നതാണെങ്കിൽ ചെയ്തോളാം ഞാൻ. ചെയ്യണം. അതുകൂടി ചെയ്താൽ നിങ്ങളുടെ കഷ്ടകാലം മാറിക്കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മനസ്സോടെ പരപ്രേരണ കൂടാതെ ദേവിക്ക് മുന്നിൽ അനുഷ്ഠാനങ്ങൾ നടത്തുന്നവരെ ദേവി രണ്ടു കൈയും നീട്ടി അനുഗ്രഹിക്കും. അത് അച്ചിട്ടാ. ചെയ്യാൻ തിരുമേനി, പറഞ്ഞോളൂ. ആദ്യം ദേവിക്ക് ചാർത്തപ്പെട്ട ഒരു പട്ടുടുത്ത് ദേവീ സാന്നിധ്യം ഉൾക്കൊള്ളണം. പിന്നെ നന്നായി മുങ്ങിക്കുളിക്കണം. അവിടെ നിന്ന് കുടത്തിൽ വെള്ളമെടുത്ത് 21 തവണ ദേവിക്ക് അഭിഷേകം നടത്തണം. അത് കഴിഞ്ഞ് 9 വട്ടം ശയനപ്രദക്ഷിണം. പിന്നെ ദേവിക്ക് മുന്നിൽ ദീപം കൊളുത്തി വണങ്ങണം. മനസ്സ് നിറഞ്ഞ് തൃപ്തിയോടെ ഇത്രയും ചെയ്താൽ ഇന്ന് നിങ്ങൾക്കുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണിച്ച് ദേവി നിങ്ങളെ അനുഗ്രഹിക്കും. ചെയ്യാൻ മനസ്സുണ്ടോ ഇവ രണ്ടും? ഉണ്ട്. മനസ്സും കരുത്തും ഉണ്ട് എനിക്ക്. എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരം കാണിക്കുന്ന ദേവിയെ ഭജിച്ചും ആരാധിച്ചുമാണ് ഞാൻ വളർന്നിട്ടുള്ളത്. ഇനിയും ആ ദേവീ കടാക്ഷം ലഭിക്കാൻ ഏത് കഠിനമായ അനുഷ്ഠാനത്തിനും ഞാൻ ഒരുക്കമാണ്. തിരുമേനി, ഇപ്പൊ തരാൻ പറ്റോ ദേവിക്ക് ചാർത്തിയ പട്ടൊരെണ്ണം?
ഹലോ ഹലോ, ഇത് തുളസിയാണ് പ്രസാദ് സാർ. അഞ്ജലിയുടെ വീട്ടിൽ നിന്ന് വിളിക്കുക. എന്താ തുളസി, എന്ത് പറ്റി? അത് പ്രസാദ് സാർ, ഇന്നലെ രാത്രി അമ്പലത്തിൽ പോയ അഞ്ജലി അനുജത്തിമാരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. തിരിച്ചു വന്നില്ലേ? രാത്രിയിൽ കുറെ നേരം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നല്ലോ. ഇങ്ങോട്ട് ഇറങ്ങാൻ നേരം ഞാൻ അവിടെ നോക്കി, അവരാരെയും അവിടെ കണ്ടില്ല. രാത്രിയിലെ സുധാകരേട്ടന് നെഞ്ചുവേദന വന്നപ്പോ സീതമ്മ എന്നെ ഇവിടെ വിളിച്ചാക്കിയിട്ട് പോയി. അഞ്ജലി പറഞ്ഞത് രാത്രി തന്നെ തിരിച്ചു വരുമെന്നാ. ഇതിപ്പോ വെളുത്ത് ഇത്രയും നേരം ആയിട്ടും കാണാഞ്ഞിട്ടാ ഞാനിപ്പോ പ്രസാദ് സാറിനെ വിളിച്ചത്. ഓ, സീതമ്മ എന്നോട് പറഞ്ഞിരുന്നു നിങ്ങൾ കുടുംബക്കാരെ അമ്പലത്തിൽ വെച്ച് കാണുമെന്ന്. ആ ശരി ശരി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഇപ്പൊ തന്നെ നോക്കാം ഞാൻ. അച്ചൂട്ടൻ അമ്മയെ ചോദിച്ചില്ല അപ്പോ? അവൻ ഇതുവരെ ഉണർന്നിട്ടില്ല. ഉണർന്നാൽ ഉടനെ ബഹളം തുടങ്ങും. ആ മനസ്സിലായി, ഞാൻ നോക്കാം. ഞാൻ വിളിക്കാം തുളസി. ശരി സർ. ഷടാ, ഇതെവിടെ പോയി? ചേച്ചി, ഈ നേർച്ചകളൊക്കെ നമുക്ക് വേണോ? എല്ലാം തന്നെ വലിയ പ്രയാസമുള്ള നേർച്ചകളാ. അത് തന്നെ 21 തവണ കുടത്തിൽ വെള്ളം എടുത്ത് ഈ പടിക്കെട്ടികൾ കയറുക, പിന്നെ 9 തവണ ശയനപ്രദക്ഷിണം എന്നൊക്കെ പറഞ്ഞ വല്യേച്ചേ, പിന്നെ ദേഹമൊക്കെ മുറിഞ്ഞ് ആംബുലൻസ് പിടിച്ച് ആശുപത്രി കൊണ്ടുപോകേണ്ടി വരുമെന്ന് ഉറപ്പാ. ഇല്ല മോളെ, എല്ലാം ദേവി നോക്കിക്കോളും. എനിക്ക് നല്ല വിശ്വാസമാണ്. എന്ത് വിശ്വാസം? ചേച്ചിക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ദേവിക്ക് ജലാഭിഷേകം നടത്തി വിളക്ക് കൊളുത്തിക്കോ. പക്ഷേ ഈ ശയനപ്രദക്ഷിണം അത് വേണമെന്നാണോ? വേണം. ഞാൻ പൂജാരിയോട് സമ്മതിച്ചതാണ്. ഇനി അതിൽ നിന്ന് പിന്മാറിയാൽ ദേവീകോപമായിരിക്കും ഫലം. എന്തായാലും ഇക്കാര്യം ചൊല്ലി ആരും ഒരു തടസ്സവും പറയരുത്. നേർച്ചകൾ നടത്തും ഞാൻ ഇന്ന് തന്നെ. ദാ ദേവിയുടെ പുടവ ധരിക്കാം. അല്ല, എന്താ അനുജത്തിമാരുടെ മുഖത്തൊരു വിഷമം പോലെ? അത് തിരുമേനി, ഈ 9 ശയനപ്രദക്ഷിണം എന്നൊക്കെ പറയുമ്പോ അത് വലിയ പ്രയാസമല്ലേ ചേച്ചിക്ക് ചെയ്യാൻ? അങ്ങനെ കരുതിയാൽ പ്രയാസമാണ്, കരുതിയില്ലെങ്കിൽ നിസാരവും. കഠിന പ്രയത്നങ്ങൾക്ക് ദേവീ പ്രീതി എളുപ്പം ലഭിക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാൻ പറയുന്നതും. പുരാണത്തിൽ കേട്ടിട്ടില്ലേ, കൊടും തീയുടെ മധ്യത്ത് നിന്നും കൊടും തണുപ്പിൽ മഞ്ഞിന് മുകളിൽ നിന്നുമുള്ള തപസ്? ശിവനെ ലഭിക്കാൻ പാർവതീദേവി നടത്തിയ തപസ്സിനെ കുറിച്ച് കേട്ടിരിക്കും. തപസ്സിന്റെ മൂർധന്യത്തിൽ ഭക്ഷ്യപാനീയങ്ങൾ ഉപേക്ഷിച്ച് ചെടിയുടെ ഒരു ഇല പോലും ഭക്ഷിക്കാതെ ദേവി തപസ് ചെയ്തു. അങ്ങനെ ചെയ്തതുകൊണ്ടാണ് നമ്മൾ പാർവതീദേവിയെ അപർണ എന്ന് വിളിക്കുന്നത്. പുരാണേതിഹാസങ്ങളിലെ ആ കൊടും തപസ്സുമായി താരതമ്യപ്പെടുത്തിയാൽ ഞാൻ ഈ പറഞ്ഞ നേർച്ചകളും അനുഷ്ഠാനങ്ങളും ഒക്കെ എത്രയോ നിസാരമാണ്. പിന്നെ ഞാൻ ഇതൊക്കെ പറഞ്ഞെന്നേ ഉള്ളൂ. കുട്ടിക്ക് പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പൂർണ്ണ മനസ്സാണ് തിരുമേനി. ഏത് കഠിന വ്രതവും ചെയ്യും ഞാൻ. എന്റെയും എന്റെ കുട്ടികളുടെയും ദുഃഖങ്ങളും ദുരിതങ്ങളും അവസാനിക്കണം. അതിന് സാധ്യമാകണം. എനിക്കത് മാത്രമേ ഉള്ളൂ ഏക ലക്ഷ്യം. നന്നായി. ഇതാണ് ശക്തിയുള്ള മനസ്സ്. മനസ്സ് ഇത്രയും ശക്തിയോടെ പ്രേരിപ്പിക്കുമ്പോൾ ഏത് പൂജയും ഫലം തരിക തന്നെ ചെയ്യും. എന്നാ പിന്നെ കാര്യങ്ങൾ നടക്കട്ടെ. എനിക്കിത് കൊടുക്കണം. ഒരു സ്ഥലം കണ്ടുപിടിക്ക്. വെള്ളം കോരാൻ ഒരു കുടവും കൂടി വേണം. പാർവതി ദേവിയുടെ തപസ്സിന്റെ മൂർധന്യത്തിൽ ഭഗവാൻ പരമേശ്വരൻ ദേവിക്ക് മുന്നിൽ പ്രത്യക്ഷനായി പ്രസാദിച്ചു. മഹാദേവി, മഹാമായേ, ഞാനും എന്റെ കൃഷ്ണന് വേണ്ടിയും എന്റെ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയും അങ്ങനെയൊരു കഠിന വ്രതം അനുഷ്ഠിക്കുകയാണ്. കൃഷ്ണേട്ടനോടുള്ള എന്റെ പ്രണയം സത്യമാണെങ്കിൽ
എന്റെ കൃഷ്ണേട്ടൻ ഇപ്പോഴും എന്നെ മനസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ നേർച്ചയ്ക്ക് ഫലം ഉണ്ടാവും, ഉണ്ടായേ പറ്റും. അമ്മേ മഹാമായേ, അവർ 3 പെൺകുട്ടികൾ മാത്രമായിരുന്നിട്ടും അവരെ സുരക്ഷിതമായി വീട്ടിലേക്ക് മടക്കി അയക്കാതെ ഞാൻ പോയത് തെറ്റായിപ്പോയി. അവരെവിടെ പോയതായിരിക്കും? എന്തെങ്കിലും അപകടം സംഭവിച്ചതായിരിക്കും? ഏയ്, അതിന് സാധ്യതയില്ല. ഇനിയിപ്പോ ആരെങ്കിലും കയ്യേറ്റം ചെയ്തതായിരിക്കും? ഏയ് ഇല്ല, അഞ്ജലി അത്ര ദുർബലയല്ല. ആരെങ്കിലും കയ്യേറ്റം ചെയ്യാൻ വന്നാൽ അവരെ തടയാനുള്ള കരുത്ത് അഞ്ജലിക്കുണ്ട്. എങ്കിൽ പിന്നെ അവർ 3 പേരും ഒരുമിച്ച് എവിടെ പോയതായിരിക്കും? അതല്ല, ഇനി എങ്ങും പോകാതെ അമ്പലത്തിൽ തന്നെ ഇരിക്കുന്നൊന്നും അറിയില്ലല്ലോ. എന്താ പ്രസാദേ, എന്തു പറ്റി ഇവിടെ? എന്താ ഈ നടുറോട്ടി വന്നിരിക്കുന്നേ? ഹേയ്, ഒന്നുമില്ല. ഒരാളെ നോക്കായിരുന്നു. ഞങ്ങളുടെ അമ്മ ഇവൻസിൽ കാറ്ററിംഗ് സെഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു അഞ്ജലി അറിയില്ലേ? ആ, അറിയാം. ആ കുട്ടിയെ ഇവിടെ എവിടെയും കണ്ടായിരുന്നോ? ഇന്നലെ രാത്രി അമ്പലത്തിലുണ്ടായിരുന്നല്ലോ, പിന്നെ കണ്ടില്ല. ആ, രാത്രിയിൽ ഞാനും ഉണ്ടായിരുന്നു അമ്പലത്തിൽ. വീട്ടിൽ നോക്കില്ലായിരുന്നോ? അതെ അതെ, വീട്ടിൽ നോക്കാം. ഒരാവശ്യം ഉണ്ടായിരുന്നു. പോട്ടെ. ശരി, ഓക്കെ. ഇനി എവിടെ അന്വേഷിക്കാനാ? ഇന്നലെ അമ്പലത്തിൽ നിന്ന് മടങ്ങിപ്പോയിട്ടില്ലെന്ന് വരുമോ? നടയടച്ച ശേഷം അമ്പലത്തിലിരിക്കൂ. ഇരുന്നാൽ തന്നെ രാവ് വെളുത്ത് പകലിത്രയായിട്ടും മടങ്ങാതിരിക്കൂ. ഏതായാലും അമ്പലത്തിൽ നോക്കിക്കളയും. അമ്മേ ദേവി അനുഗ്രഹിക്കണേ. ഇത് 21ാമത്തെ കുടമാണ് തിരുമേനി. അറിയാം. ഇനി വേണമെങ്കിൽ അല്പം വിശ്രമിച്ചിട്ട് മതി ശയന പ്രദക്ഷിണമൊക്കെ. വേണ്ട തിരുമേനി, വിശ്രമിച്ചാ പിന്നെ ചെയ്യാനൊന്നും പറ്റില്ല. വീണു പോകും ഞാൻ. ഇതിനൊപ്പം തന്നെ ശയനപ്രദക്ഷിണവും ഉടൻ തന്നെ ചെയ്യാൻ ഞാൻ. വലിയച്ചി, ഇത്രയും വെള്ളം ചുമന്നപ്പോ തന്നെ ചേച്ചി വല്ലാതെ ക്ഷീണിച്ചു. ഇനി ഈ വെറും നിലത്ത് കിടന്ന് ഉരുണ്ട ചേച്ചി ബോധം കെട്ട് അവിടെ കിടക്കുകയും ചെയ്യും. ഇല്ല മോളെ, ഇതൊരു ദൈവകാര്യമാണ്. വാക്കു പറഞ്ഞ് ഏറ്റെടുത്ത ദൈവകാര്യം.
അത് ചെയ്യുമ്പോൾ ബോധം കെട്ട് വീഴുകയാണെങ്കിൽ ഞാൻ ദേവി പ്രീതിക്ക് അർഹയല്ലെന്നാണ് അതിന്റെ അർത്ഥം. എന്റെയും നിങ്ങളുടെയും സമാധാന ജീവിതത്തിന് ദൈവാനുഗ്രഹം അത്യാവശ്യമാണ്. അതിനുവേണ്ടിയാ ചേച്ചി ഇതൊക്കെ ചെയ്യുന്നത് തന്നെ. ചേച്ചി പക്ഷെ ആരോഗ്യം നോക്കാതെ. കുട്ടി, ഈ കുട്ടിയുടെ മനഃശക്തിയെ ബഹുമാനിക്കാൻ പഠിക്കുക. ആ കുട്ടിക്കൊപ്പം നടന്ന് ശയനപ്രദക്ഷിണത്തിന്റെ തടസ്സങ്ങൾ ഒഴിവാക്കി കൊടുക്കുകയാണ് നിങ്ങളിപ്പോ ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം ദേവി നോക്കിക്കൊള്ളും. ചെല്ലു, സമയം കളയണ്ട.